യെസ് അപ്പോൾ നമ്മുടെ തലവരുടെ ബർത്ത്ഡേ പ്രമാണിച്ച് തളപതി റിലീസ് ആയിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ടു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മണിരത്നത്തിന്റെ ഒരു മഹാഭാരതം വേർഷനാണ് തളപതി. പക്ഷെ അത് എത്രത്തോളം പുള്ളി വിഷ്വലി നമ്മളോട് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയോ? അതൊക്കെ പോട്ടെ, നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത പല ഡീറ്റെയിലിങ്സും മണിരത്നം തളപതി പടത്തിൽ ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് പലർക്കും തളപതി എന്ന് ആദ്യം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ രജനീകാന്ത് ആയിരുന്നു തളപതി പടത്തിൽ മരിക്കുന്നത്. പിന്നെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് മണിരത്നം ക്ലൈമാക്സ് ചേഞ്ച് ചെയ്ത് പിന്നെ മമ്മൂട്ടി മരിക്കുന്ന പോലെ ആക്കിയത്. ഇത്ര റിസർച്ച് ചെയ്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇത് ശുദ്ധ റൂമറാണ്. ഫസ്റ്റ് ഷോ കണ്ടവർ വരെ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സംഭവം എന്ന്. പക്ഷെ തളപതിയുടെ കന്നഡ റീമേക്കിൽ നമ്മുടെ മർഡറിംഗ് സ്റ്റാർ ദർശനാണ് അതിൽ തളപതിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ ക്ലൈമാക്സിൽ പുള്ളി മരിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ ആ പടത്തിൽ കുറച്ചുകൂടി ഭയങ്കര പേസ് ഉള്ളത് ദേവയുടെ ക്യാരക്ടറാണ്. അതവിടെ അംബരീഷാണ് ചെയ്തത്. കാരണം തളപതി പടം അങ്ങോട്ട് പോയപ്പോൾ അതിന്റെ ഹീറോ ദേവയായി, ഫുൾ ആ പുള്ളിയുടെ ഒരു കഥയായി മാറി. അപ്പൊ തളപതി സിനിമയെ പറ്റി പറയുമ്പോൾ മഹാഭാരതത്തിനെ കുറിച്ചും കർണനെ കുറിച്ചും ദുര്യോധനെ കുറിച്ചും പറയാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഹെവിലി ഇൻസ്പയർഡ് ഫ്രം മഹാഭാരതമാണ്. മണിരത്നം ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കർണന്റെയും ദുര്യോധനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ്. മഹാഭാരതത്തിൽ എങ്ങനെയാണോ കർണൻ ജനിക്കുന്നത് അതുപോലെ തന്നെയാണ് തളപതിയിൽ രജനീകാന്ത് ജനിക്കുന്നത്. പിന്നെ ആ ജനിക്കുന്ന സീനിൽ തന്നെ സൂര്യനെ ഭയങ്കരമായിട്ട് സിംബലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള സന്തോഷ് ശിവൻ. ഈ പടം മൊത്തം എടുത്തു നോക്കിയാലും രജനീകാന്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ രജനീകാന്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ മെയിൻ ഇവന്റ്സ് നടക്കുമ്പോൾ അങ്ങനെ എപ്പോഴും പിറകിലൊരു സൂര്യൻ എന്തായാലും ഉണ്ടാവും. രജനീകാന്തിന്റെ ക്യാരക്ടറായിട്ടുള്ള തളപതി ശോഭനയുടെ ക്യാരക്ടറായിട്ടുള്ള സുബലക്ഷ്മിനോട് ഇഷ്ടം തോന്നുമ്പോൾ, അതായത് അവർ പരസ്പര ഇഷ്ടത്തിലാവുമ്പോൾ പിറകിലൊരു സൂര്യനെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ രജനീകാന്ത് ജനിക്കുന്ന ആ ഒരു സീനിൽ പിറകിൽ നിങ്ങൾക്ക് ഒരു സൂര്യനെ കാണാം. പിന്നെ ഇതിൽ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറായിട്ടുള്ള അർജുൻ്റെ അച്ഛൻ വന്നിട്ട് ദളപതിയുടെ അടുത്ത് അർജുൻ്റെ അമ്മ തന്നെയാണ് ഇവൻ്റെയും അമ്മ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അവിടെയും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സൂര്യൻ്റെ പ്രസൻസ് കാണാം. പിന്നെ സുബലക്ഷ്മിയും തളപതിയും ബ്രേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ പിന്നെ രജനീകാന്ത് എപ്പോൾ ഫൈറ്റ് ചെയ്താലും ഒക്കെ നമുക്ക് പിറകിലൊരു സൂര്യനെ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സൂര്യപുത്രനാണല്ലോ കർണൻ. അതിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു ടൈപ്പിലാണ് ഈ പടം മൊത്തം പിടിച്ചിരിക്കുന്നത്. പിന്നെ ഈ സൂര്യൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ അതിരാവിലെയും വൈകുന്നേരം ഒക്കെയാണ് മാക്സിമം പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൽ സുബലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടർ പാഞ്ചാലിയുടെ ഒരു സിംബലൈസേഷൻ ആണ്. നമ്മുടെ മഹാഭാരതത്തിൻ്റെ ചില വേർഷൻസിൽ കർണനും പാഞ്ചാലിയും തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇവർ രണ്ടുപേരുടെ ആ ഒരു ലവ് ട്രാക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മഹാഭാരതത്തിലുള്ള പോലെ തന്നെ പാഞ്ചാലി അവസാനം അർജുനാണല്ലോ കല്യാണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിലും സുബലക്ഷ്മിയുടെ ക്യാരക്ടർ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറായിട്ടുള്ള അർജുനെയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു ഡീറ്റെയിൽ എന്താന്ന് വെച്ചാൽ കർണന് ദൂതപുത്രനായതുകൊണ്ടാണല്ലോ പാഞ്ചാലിനെ കല്യാണം കഴിക്കാൻ പറ്റായിരുന്നത്. അതുപോലെ തന്നെ രജനീകാന്തിന്റെ ക്യാരക്ടറിന് ഇവിടെ പുള്ളി ആ ഒരു ജാതിപ്പെട്ട ആവാത്തതുകൊണ്ടാണ്, അയ്യങ്കാരല്ലാത്തതുകൊണ്ടാണ് സുബലക്ഷ്മിയുടെ അച്ഛൻ കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് മെയിൻ സംഭവത്തിലേക്ക് വരാം. ദേവ പോപ്പ് കൾച്ചറിൽ ദുര്യോധനെ ഇത്രയും നന്നായിട്ട് റെപ്രസെന്റ് ചെയ്ത ഒരു ക്യാരക്ടറേ ഇല്ല. മമ്മൂക്ക ദേവരാജ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. കർണനെ ആൾക്കാരെല്ലാവരും കൂടി സൂതപുത്രനാണെന്ന് പറഞ്ഞ് താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദുര്യോധനം വന്ന് പുള്ളീനെ അംഗരാജാവാക്കുന്നത്. സിമിലർലി രജനീകാന്ത് ന്യായത്തിന് വേണ്ടി ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് ദേവരാജ് വന്ന് ഇവിടെ രക്ഷിക്കുന്നത്. അപ്പൊ തന്നെ ദേവരാജ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, ഞാൻ അത്ര വലിയ നല്ല ആളൊന്നും അല്ല, പക്ഷേ ന്യായം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇവർ രണ്ടുപേരുടെയും, അതായത് ദേവയുടെയും സൂര്യയുടെയും പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ചാൽ ന്യായം നടക്കണം. നിയമത്തിനും കാര്യത്തിനും ഒന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ന്യായം അത് തല്ലിയിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും നടത്തിയേ പറ്റൂ. പക്ഷെ അർജുൻ എന്ന് പറയുന്ന അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറിന്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒരു നിയമമുണ്ട്, അതെല്ലാവരും അനുസരിച്ചേ പറ്റൂ, ന്യായം അതിനനുസരിച്ച് നടന്നു നോക്കോളൂ. അതാണ് പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ്. ഇത് എങ്ങനെയാണ് മഹാഭാരതമായിട്ട് കണക്ട് ആവുന്നതെന്ന് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, മഹാഭാരതം ഫുള്ളായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൃഷ്ണൻ, പാണ്ഡവർ എല്ലാവരും അങ്ങനത്തെ ആ ഒരു സൈഡിലുള്ള എല്ലാവരും കൺസർവേറ്റീവ്സ് ആണ്, ഭയങ്കര കൺസർവേറ്റീവ്സ് ആണ്. അതായത് പഴയ ട്രഡീഷണൽ വാല്യൂസ് ഉറച്ച് വിശ്വസിച്ചിരുന്നിരുന്ന ആൾക്കാരാണ്. ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവരുത് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഏറ്റവും ഹയസ്റ്റ് ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ജാതി അങ്ങനെ തന്നെ വേണമെന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർണനും ഏകലവ്യനും പണി കിട്ടിയത്. അതുപോലെ തന്നെ അർജുനും അങ്ങനെ തന്നെയായിരുന്നു. ഇതിലത്തെ അർജുൻ എന്ന് പറയുന്ന ക്യാരക്ടറും അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറും അതുപോലെ തന്നെയാണ്. അതായത് ഇവർ വിശ്വസിക്കുന്ന നിയമങ്ങൾ അടിയുറച്ച് നടത്തണം. പക്ഷെ തൊട്ടിപ്പുറത്ത് ദുര്യോധൻ ഇതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് വിചാരിച്ചിരുന്നു. ഏകലവ്യന്റെ പോലൊരാള് യുദ്ധത്തില് ദുര്യോധനന്റെ സൈഡായിരുന്നു. അതുപോലെ തന്നെ കർണനായിരുന്നു പുള്ളിയുടെ തളപതി, കമാൻഡർ. സെയിം സംഭവം മണിരത്നം ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ദേവയുടെയും സൂര്യയുടെയും പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ന്യായം നടക്കണം. നിയമത്തിൽ അവർക്ക് വിശ്വാസം ഇല്ല. പിന്നെ മഹാഭാരതത്തിലുള്ള കുറേ
സീനുകളൊക്കെ നമ്മുടെ തളപതി എന്ന് പറയുന്ന പടത്തിലും ഉണ്ട്. മഹാഭാരതത്തില് കുന്തി കർണനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രജനീകാന്തിനെ കാണാൻ വേണ്ടി രജനീകാന്തിന്റെ അമ്മയുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ശ്രീവിദ്യ പുള്ളിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഭയങ്കരമായിട്ട് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. ആ സീനുകളൊക്കെ നല്ല ഉച്ച വെയിലത്താണ് ഷൂട്ട് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ സണ്ണിന്റെ ഒരു സിംബലൈസേഷൻ. അതുപോലെ തന്നെ ഇന്ദ്രൻ നമ്മുടെ കർണന്റെ കവചകുണ്ടലത്തിന് വേണ്ടി യാചിക്കാൻ പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ നമ്മുടെ മഹാഭാരതത്തില്. ഏകദേശം സിമിലർലി അതുപോലത്തെ ഒരു സീൻ നമ്മുടെ തളപതി പടത്തിലുണ്ട്. നമ്മുടെ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറായിട്ടുള്ള അർജുന്റെ അച്ഛൻ വന്നിട്ട് രജനീകാന്തിന്റെ അടുത്ത് പുള്ളിയുടെ യഥാർത്ഥ അമ്മ അർജുന്റെ അമ്മ തന്നെയാണ് പുള്ളിയുടെ സൈഡിലേക്ക് വരാൻ വേണ്ടി പുള്ളിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ കർണൻ എങ്ങനെയാണോ മഹാഭാരതത്തിൽ ദുര്യോധനെ വിട്ട് വേറൊരു സൈഡിലേക്ക് പുള്ളി വരില്ല എന്ന് പറഞ്ഞോ, അതുപോലെ തന്നെ രജനീകാന്തും ഇതിൽ പറയുന്നുണ്ട് ദേവയല്ലാണ്ട് വേറൊരു സൈഡിലേക്ക് പുള്ളിക്ക് വരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അർജുൻ വേഴ്സസ് കർണൻ എന്ന് പറയുന്ന ആ ഒരു റൈവൽറി നമ്മുടെ ഈ പടത്തിലുണ്ട്. സ്വാമിയുടെ അർജുന് നമ്മുടെ ദേവേനെയും സൂര്യനെയും ഇഷ്ടമല്ല, അതുപോലെ തന്നെ ഇവർക്ക് തിരിച്ചും പുള്ളിനെ ഇഷ്ടമല്ല. പക്ഷെ രജനീകാന്ത് പുള്ളിയുടെ ബ്രദറാണ് ഇതെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മുടെ കർണൻ പ്രോമിസ് ചെയ്യുന്ന പോലെ പുള്ളിയും പ്രോമിസ് ചെയ്യുന്നുണ്ട് അർജുനൊന്നും പറ്റില്ല എന്ന്. ആൻഡ് കർണന്റെ ദാനധർമ്മങ്ങളുടെ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ രജനീകാന്ത് ഈ തളപതി എന്ന് പറയുന്ന പടത്തിൽ ആരെന്ത് ചോദിച്ചാലും കൊടുക്കും, ഇല്ല എന്ന് പറയില്ല എന്ന് നമ്മുടെ മമ്മൂക്കയുടെ കഥാപാത്രമായിട്ടുള്ള ദേവരാജ് തന്നെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അരവിന്ദ് സ്വാമിയുടെ അർജുൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഇതിലേക്ക് വന്നാലും നമുക്ക് ഇതുപോലൊരു ഡീറ്റെയിലിംഗ് കാണാൻ പറ്റും. അർജുൻ കളക്ടറാണ്, അതും എല്ലാവർക്കും ഇഷ്ടമുള്ള കളക്ടറാണ്, പലർക്കും പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുന്റെ അമ്മേനോട് നാട്ടുകാർ പറയുന്നുണ്ട് എന്തിനാണ് ഒരു മകനിൽ നിർത്തിയെന്ന്. പക്ഷെ അതാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ ട്രിഗറിംഗ് പോയിന്റ്. പിന്നെ നമ്മുടെ മഹാഭാരത വാർ പോലത്തെ ഒരു സിമിലർ സംഭവം നമ്മുടെ തളപതി പടത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ മനോജ് KG ക്യാരക്ടറായിട്ടുള്ള മനോഹരൻ ചതിക്കും, എന്നിട്ട് അതിന്റെ ദേവരാജിനെ ഇവർ പിടിച്ച് ജയിലിലിടും. അപ്പോൾ ആ സ്ഥലം മൊത്തം ഫുൾ ആൻഡ് ഫുള്ള് അടിയും വഴക്കും വലിയ വലിയ റെബലിയൻസ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ് നടക്കുക. അത് ലീഡ് ചെയ്യുന്നത് വേറെ ആരുമല്ല രജനീകാന്ത് തന്നെയാണ്. നമ്മുടെ കർണൻ ദുര്യോധനന്റെ തളപതിയായിരുന്നല്ലോ, അതായത് ദുര്യോധനന്റെ കമാൻഡർ ആയിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് തളപതി പടത്തില് സൂര്യ എന്ന് പറയുന്നത് ദേവരാജിന്റെ കമാൻഡറിന്റെ പോലെയാണ്. പിന്നെ ഇളയരാജയുടെ മ്യൂസിക്കിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ലെജൻഡ് എന്ന് വെച്ചാൽ ലെജൻഡാണ്. ആര്യം കയ്യിലിരിപ്പത്ര സീരിയലെങ്കിലും പുള്ളിയുടെ മ്യൂസിക്സും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. പിന്നെ ചിന്നത്തായവൾ തന്ത റാസാവേ എന്ന് പറയുന്ന ആ തുടങ്ങുന്ന ആ ഒരു പാട്ട് ശരിക്കും കർണനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു പാട്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞ ഈ പടം എടുത്തതിന് മണിരത്നത്തിനെ സമ്മതിക്കണം. രജനീകാന്ത് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആ ടൈമിൽ സ്റ്റാർഡത്തിന്റെ ഒക്കെ ഒരു പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. പീക്ക് ലെവൽ. അന്ന് ലാർജർ ദാൻ ലൈഫായിട്ടുള്ള ഒരാളെ കാണിക്കാതെ ശരിക്കും ഒരു സാധാരണ മനുഷ്യനെ കാണിച്ചിട്ട്, എന്നാലോ അതിന് രജനീകാന്തിൻ്റെതായിട്ടുള്ള സ്റ്റൈലും മാസും ഓറയും ഒക്കെ കൊടുത്തിട്ട് നായകൻ പോലെ തന്നെ ഇതുപോലത്തെ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു കിടിലൻ കൊമേഴ്ഷ്യൽ പടം എടുത്തു വെച്ചിരിക്കുന്നു. പിന്നെ വേറൊരു കിടിലൻ ഡീറ്റെയിലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇത് മഹാഭാരതത്തിനായിട്ടൊക്കെ ഒരു കണക്ഷനും ഇല്ല, പക്ഷേ ഈ പടമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രജനീകാന്തും ശോഭനയും, അതായത് അവരുടെ ക്യാരക്ടറായിട്ടുള്ള സുബ്ബുവും സൂര്യയും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് റക്കമ്മ കയ്യത്തട്ട് എന്ന് പറയുന്ന ആ ഒരു പാട്ടിൻ്റെ ഇടയിലാണ്. പോലത്തേന് ആ ഒരു സ്ഥലം നിങ്ങളൊന്ന് നോക്കുക. ഇതേ സ്ഥലത്താണ് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നതും. അതായത് സ്റ്റാർട്ടിങ് ഒരേ സ്ഥലത്ത്, അത് എൻഡിങ്ങും ഒരേ സ്ഥലത്ത്.